ഷിരൂരിലേക്ക് പോകുന്നു. ആദ്യം മണ്ണിടിച്ചിലിൽ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അവസാനിപ്പിച്ചു. ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയുടെ കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു. ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ 4 പോയിന്റുകൾ കണ്ടെത്തി. ഇതിൽ CP4 എന്ന് പറയുന്ന ഭാഗത്താണ് ലോറിയുടെ ക്യാബിനുള്ളത് എന്നാണ് നിഗമനം. ഷിരൂരിൽ രക്ഷാദൗത്യം തുടരുമെന്ന് മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും പറഞ്ഞു. സാധ്യമാകുന്നത് എല്ലാം ചെയ്യുക എന്നതാണ് കേരള സർക്കാരിന്റെ ആവശ്യമെന്നും ഇതിൽ ഒരു തരത്തിലുള്ള വീഴ്ചകളും അംഗീകരിക്കാനാവില്ല എന്നും PA മുഹമ്മദ് റിയാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒരു തീരുമാനം ഒരു മീറ്റിങ്ങിൽ പ്രത്യേകിച്ച് ഒരു സർക്കാർ സംവിധാനം ഒക്കെ കൈക്കൊള്ളുമ്പോൾ എല്ലാ ഭാഗവും ചർച്ച ചെയ്യും. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണല്ലോ തീരുമാനം കൈക്കൊള്ളുക. അങ്ങനെ തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കണം, സമയബന്ധിതമായി നടപ്പിലാക്കണം. അതിലിനിപ്പോൾ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിച്ച് പോകാം. പക്ഷേ എടുത്ത തീരുമാനം നടപ്പിലാക്കണം. ഇപ്പോൾ എടുത്ത തീരുമാനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വൈകുന്നതിലെ അമർഷം കർണാടക സർക്കാരിനെ അറിയിച്ചുവെന്ന് മന്ത്രി AK ശശീന്ദ്രനും അർജുനെ ലഭിക്കുമോ എന്ന ഉത്കണ്ഠയാണ് അമർഷമായി മാറുന്നത്. കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാണ് തീരുമാനമെന്നും AK ശശീന്ദ്രൻ ന്യൂസ് മലയാളത്തോട്. ഞങ്ങൾ കേരള ഗവൺമെൻറ് കർണാടക ഗവൺമെൻറ്റിനോട് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും സൈന്യത്തെ ഇടപെടിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ പരിശോധിച്ചത് നാട്ടറിവുള്ള സമൂഹത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം പുഴയിലെ ഒഴുക്കുകളെക്കുറിച്ച് വിദഗ്ധന്മാർക്ക് അറിയുന്നതിനേക്കാൾ അതിൻ്റെ ഓരോ ചലനങ്ങളും കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറാനും കഴിവുള്ളത് ആ പുഴയെ അറിയുന്നവരാണ്. ആ പുഴയെ അറിയുന്നവരുടെ സഹായം സ്വീകരിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തു. ആ നിർദ്ദേശം സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പം ഞങ്ങളിപ്പം ഏത് കാര്യവും ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് പരീക്ഷിക്കാമോ? അപ്പോൾ പരീക്ഷിക്കുന്നത് വിജയിക്കുമെന്നോ തോൽക്കുമെന്നോ കണ്ടല്ല, അത് പരീക്ഷിച്ച് നോക്കിയാൽ വിജയിച്ചാൽ ഒരു നിർദ്ദേശത്തെ തള്ളിക്കളയാതെ സൂക്ഷിക്കണമല്ലോ. ഏത് നിർദ്ദേശവും സ്വീകാര്യമാണ് എന്ന നിലപാട് സ്വീകരിക്കുകയും ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയും ഒപ്പം തന്നെ ശാസ്ത്രീയമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന സംവിധാനവുമാണ് കൂട്ടിച്ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തനം നടത്തുന്നത്. ആ പ്രവർത്തനത്തിന് ഫലമുണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. വിവരങ്ങളുമായി സരീഷ് എഴുതുന്നു. സരീഷ്, ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ലോറിയുടെ സ്ഥാനം കണ്ടെത്തി എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യം. പക്ഷേ ഈ രക്ഷാദൗത്യം അത് നീളുകയും ചെയ്തു. ഇതിൽ ലാസ്റ്റ് കോൾ ഇനി നാവികസേനയുടെ തന്നെ ആകില്ലേ? സരീഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ഓക്കെ, സരീഷൻ ചോദിച്ചത് ഇപ്പോൾ ഈ ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അവസാനിപ്പിച്ചു. പക്ഷേ അതിലൊരു നിർണായകമായി കണ്ടെത്തൽ ഈ ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു. പരിശോധന പക്ഷേ ദുഷ്കരമായി തുടരുകയും ചെയ്യുന്നു. ഈ അടിയൊഴുക്കടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഈ പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ, അതായത് ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇനിയുള്ള ദൗത്യം അത് എങ്ങനെയാകും? അത് ലാസ്റ്റ് കോൾ അത് നാവികസേനയുടെ തന്നെ ആകില്ലേ? തീർച്ചയായും ഇന്നലെയാണ് ഐബോൾ, അതായത് ഡ്രോൺ ഉപയോഗിച്ചുള്ള അവസാന പരിശോധനയും നടത്തിയത്. അതിലാണ് ഈ 4ാമത്തെ ഒരു സ്ഥലം കൂടി കണ്ടെത്തിയത്. ആദ്യം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ഉള്ളപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു പടി കൂടി ഒരു സിഗ്നൽ ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. ആ സിഗ്നലിലാണ് ഇപ്പോൾ ക്യാബിൻ ഉണ്ടാകും എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നത്. അത് ഇന്നലെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ പുഴയുടെ നടുഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന മണൽത്തിട്ടയുടെ അടിയിലാണ് ഉള്ളത്. അത് ആദ്യഘട്ടത്തിൽ 5 മീറ്റർ ആഴത്തിലാണ് ഈ ക്യാബിൻ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് കുറച്ചുകൂടി താഴോട്ടാണ് എന്നൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ അത് കൃത്യമായി പറയണമെങ്കിൽ നാവികസേനയുടെയോ അല്ലെങ്കിൽ മറ്റു മുങ്ങൽ വിദഗ്ധരോ ഇവിടേക്ക് എത്തിയാൽ മാത്രമേ അത് അങ്ങനെ പറയാനാവുകയുള്ളൂ. പക്ഷേ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡ്രോൺ പരിശോധനയിൽ 100 മീറ്ററിലേറെ അധികം, അതായത് കരയിൽ നിന്നും 100 മീറ്റർ അകലെ
തുരുത്ത് പോലെ രൂപപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്ത് ഈ വാഹനത്തിൻ്റെ ക്യാബിൻ കൃത്യമായി സിഗ്നലിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഡ്രോൺ പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില പാർട്ടുകൾ, അതായത് ടവറിൻ്റേതുൾപ്പെടെയുള്ള ചില ഭാഗങ്ങൾ, ഡിവൈഡറിൻ്റെ ഭാഗങ്ങൾ, അങ്ങനെ ഇത്തരത്തിലുള്ള ലോഹഭാഗങ്ങൾ കൂടി ആ മേഖലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ സിഗ്നൽ കൃത്യമായി അത് വാഹനത്തിൻ്റേതാണ്, ഈ വാഹനത്തിൻ്റെ ക്യാബിൻ ഉൾപ്പെടെ അവിടെ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ കളക്ടർ ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം പ്രതിസന്ധിയായി തുടർന്നത് ഇനി അവിടേക്ക് എങ്ങനെ എത്താനാവും എന്നുള്ളതാണ്. നേവി തന്നെയാണ് ഏറ്റവും അവസാനമായുള്ള വാക്ക് എന്ന് പറയുന്നത്. അവർ ഇവിടേക്ക് എങ്ങനെ എത്തും, പരിശോധന നടത്തുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഈ ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് കൃത്യമായി ഇന്നെങ്കിലും ആ വാഹനത്തിനടുത്തേക്ക് നേവി ഉദ്യോഗസ്ഥർക്ക് എത്താനാവും, ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്താനാകുമെന്നായിരുന്നു. കാരണം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ആ ബ്രിഡ്ജിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ബ്രിഡ്ജ് കൂടി എത്തുമ്പോൾ കൃത്യമായി ആ സ്ഥലത്ത് നങ്കൂരമിട്ട് അവിടെ പരിശോധന നടത്താനാകും എന്നുള്ളൊരു കരുതലായിരുന്നു, അല്ലെങ്കിൽ എന്നൊരു നിഗമനത്തിലായിരുന്നു ഉദ്യോഗസ്ഥരും ദൗത്യ സംഘമെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി ബ്രിഡ്ജ് ഇങ്ങോട്ടേക്ക് എത്തിക്കാനാവില്ല എന്നുള്ളതാണ് അവസാനമായി ലഭിക്കുന്ന വിവരം. രാജസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ അല്ലെങ്കിൽ വിദഗ്ധർ ഇങ്ങോട്ടേക്ക് എത്തണം, എന്നാൽ മാത്രമേ അത് എത്തിക്കാനാകൂ എന്നാണ് ഏറ്റവും അവസാനമായി മന്ത്രി ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞത്. ജില്ലാ കളക്ടറും അത് ശരിവയ്ക്കുന്നു. എപ്പോൾ എത്തിക്കുമെന്നോ അല്ലെങ്കിൽ എപ്പോഴാവും ഇതുമായി ബന്ധപ്പെട്ട ഇനി പരിശോധനകൾ നടത്തുക എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അടുത്ത വഴിയായി അവർ കണ്ടിട്ടുള്ളത് പ്രാദേശികമായി ഉള്ളവരുടെ സഹായം തേടുക എന്നുള്ളതാണ്. ഈ പുഴയെക്കുറിച്ചും ഈ മേഖലയെക്കുറിച്ചും ഈ ടെറൈനെക്കുറിച്ചും കൃത്യമായി അറിവുള്ള ആളുകൾ, അവരെ ഉപയോഗപ്പെടുത്തി ഈ മേഖലയിൽ പരിശോധന നടത്തുക എന്നുള്ളതാണ് അടുത്തതായി അവലംബിക്കാൻ ഉദ്ദേശിച്ച മാർഗം. അതിനായി കൂടുതൽ 8 അംഗ സംഘത്തെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുടെ കൂടി സഹായത്തോടെ അവർ ഏതാണ്ട് നമ്മൾ അവരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കർണാടകയിൽ നിന്ന് മാത്രം, തമിഴ്നാട്ടിലുള്ള സംഘമാണ്, എന്നാൽ പോലും കർണാടകയിൽ നിന്ന് മാത്രം ദുഷ്കരമായതുൾപ്പെടെയുള്ള 1000-ഓളം മൃതദേഹങ്ങൾ അവർ മുങ്ങിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇവിടെ പരിശോധന നടത്തുന്നതിൽ വീഴ്ചയുണ്ടാവില്ല. അവർ പരിശോധന നടത്തി ഈ അർജുനെ പുറത്തേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും അവരിൽ ഉൾപ്പെടുന്ന സംഘത്തെ അങ്ങോട്ടേക്ക് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ 2 തവണ മുങ്ങൽ വിദഗ്ധർ ഈ അവസാനമായി സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത്, അതായത് പുഴയുടെ നടുഭാഗത്ത് എത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഏതാണ്ട് 6.5 നോട്ടിക്കൽ മൈലിന് മുകളിലാണ് ഈ വേഗത എന്ന് പറയുന്നത്, ഒഴുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങുക മനുഷ്യസാധ്യമല്ല എന്ന് നേവി കൃത്യമായി പറയുന്നു. ഇവർ പറയുന്നത്, അതായത് നമ്മൾ സംസാരിച്ചപ്പോൾ മുങ്ങൽ വിദഗ്ധർക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ വന്ന മീൻപിടുത്തക്കാർ പറയുന്നത് അവരുടെ കയ്യിൽ ചില നങ്കൂരങ്ങളുണ്ട്. ആ നങ്കൂരത്തിന് ഉപയോഗിച്ച് അവിടെ ഹാങ് ചെയ്യാനാകും. അങ്ങനെ ആഴത്തട്ടിലേക്ക് ഇത് ഉപയോഗിച്ച് പരിശോധന നടത്താനാകും. പക്ഷേ നമ്മൾ വിസിബിലിറ്റിയുടെ പ്രശ്നം പറഞ്ഞിരുന്നു. കാരണം നേവി അപ്പോഴും പറഞ്ഞിരുന്നത് അകത്തിറങ്ങിയാൽ പുഴയിലേക്ക് ഇറങ്ങിയാൽ ഒന്നും കാണാനാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ വാഹനം കണ്ടെത്തുക എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞത്, ഞങ്ങൾ ഇതിനു മുൻപും സമാനമായ സാഹചര്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയാൽ ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവിടെ എത്തിയാൽ കൈകൊണ്ട് തന്നെ പരിശോധിക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെ പരിശോധിക്കണമെങ്കിൽ ഈ വാഹനം പുറത്തുള്ളതായിരിക്കണം. പക്ഷേ നിലവിൽ നമ്മൾക്ക് പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ വാഹനം ചതുപ്പിൽ അല്ലെങ്കിൽ ചെളിയിൽ പുതഞ്ഞ നിലയിലാണ്. അപ്പോൾ ആ വാഹനം കൈകൊണ്ട് കണ്ടെത്തുക എന്നുള്ളതും വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ എങ്ങനെ ഏത് തരത്തിൽ വാഹനം കണ്ടെത്താനാകും എന്നുള്ളതും അവിടെ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. 2 തവണ, ഇന്ന് മാത്രം 2ഓ 3ഓ തവണ ഈ നേവി ഉദ്യോഗസ്ഥർ, നേവിയിലെ മുങ്ങൽ വിദഗ്ധർ ആ മേഖലയിലെത്തി പരിശോധന നടത്തി. പക്ഷേ അവർക്ക് അപ്പോഴും ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല, തിരിച്ചു മടങ്ങുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇതെല്ലാം പ്രതിസന്ധിയായി തുടരുകയാണ്. ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള വെല്ലുവിളി. എന്തായാലും നിലവിൽ സാഹചര്യം അനുകൂലമല്ല. ഈ 12ാം ദിവസവും ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരടി പോലും മുന്നോട്ട് പോകാൻ ആയിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ അവലോകന യോഗം ചേർന്നിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഇന്ത്യയിൽ എവിടെയെങ്കിലും നേവിയുമായി ബന്ധപ്പെട്ട് അതിവിദഗ്ധരായ ആളുകളുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തി അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ ഡൈവ് ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ടോ
എന്ന് പരിശോധിക്കണമെന്നാണ്. പക്ഷേ അവർക്ക് ലഭിച്ച മറുപടി എല്ലാ സേനാംഗങ്ങൾക്കും ലഭിക്കുന്നത് ഒരേ തരത്തിലുള്ള പരിശീലനമാണ്. പല ഘട്ടങ്ങളിലും ഇവർക്ക് 2.5 നോട്ടിക്കൽ മൈൽ വരെയുള്ള വേഗതയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങി പരിശോധിച്ചവർ തന്നെയാണ് ഇവർ. ഇതിനപ്പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ അസാധ്യമാണ്, മനുഷ്യ സാന്നിധ്യം അല്ലെങ്കിൽ മനുഷ്യ സാധ്യമല്ല എന്ന് തന്നെ അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരെ എത്തിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ കർണാടകയിലെ നിലവിലെ കമാൻഡന്റ് ഇന്ന് വൈകിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. മന്ത്രി AK ശശീന്ദ്രനുമായും ഒപ്പം തന്നെ മുഹമ്മദ് റിയാസുമായും ഈ കമാൻഡന്റ് കൂടിക്കാഴ്ച നടത്തും. ഒരുപക്ഷെ സേനയ്ക്ക് ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ഇടപെടാനാകുമോ എന്ന് ഇന്നത്തെ വൈകിട്ടത്തെ യോഗത്തിലായിരിക്കും, ആ നിർണായക യോഗത്തിലായിരിക്കും തീരുമാനമെടുക്കുക. നിലവിലെ ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു തരി പോലും മുന്നോട്ട് പോകാനായിട്ടില്ല. ഇന്നലെ എന്തായിരുന്നു അവസ്ഥ, ആ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഈ മുങ്ങിയെടുക്കുന്ന അല്ലെങ്കിൽ മുങ്ങിയെടുക്കാം എന്ന് പറഞ്ഞെത്തിയ അല്ലെങ്കിൽ അവരെ ക്ഷണിച്ചു വരുത്തിയ മീൻപിടുത്ത തൊഴിലാളികൾക്ക് ഇപ്പോഴും ഈ പുഴയിലേക്ക് ഇറങ്ങാനായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി ശരി സരീഷ്, പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായി ദൗത്യം വീണ്ടും മന്ദഗതിയിലാകുന്ന കാഴ്ചകൾ തന്നെയാണ്. അടിയൊഴുക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പക്ഷേ ഈ നിർണായകമായ ഒരു വിവരം പുറത്തു വരുന്നതെന്ന് വെച്ചാൽ ഗംഗാവലി പുഴയുടെ അടിയിൽ ഒരു ലോറി ഉണ്ട് എന്നൊരു കാര്യം, അർജുൻ്റെ ലോറി ഉണ്ടെന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഐബോർഡ് പരിശോധനയിൽ കിട്ടിയ 4ാം സിഗ്നലിലാണ് ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണമായത്. ഇതാണ് ഇന്നത്തെ ദിവസത്തിൽ കുറച്ചെങ്കിലും ആശ്വാസകരമായ ഒരു കാര്യം. ഐബോർഡ് പരിശോധനയിലാണ് ഇന്ന് നിർണായകമായ വിവരം ലഭിച്ചത്. ഈ സിഗ്നൽ ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. നദിക്കടിയിൽ, അതും ചെളിയിൽ പുരണ്ട നിലയിലാണ് ലോറി ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിരിക്കുന്നു. പക്ഷേ നാവികസേനാംഗങ്ങൾക്ക് അവിടേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത ഒരു കാര്യം. കാരണം ഈ പറഞ്ഞതുപോലെ നിലവിൽ 6 നോട്ടിന് മുകളിലാണ് നദിയിലെ അടിയൊഴുക്ക്. ഇത് 2.5 നോട്ടെങ്കിലും ആയെങ്കിൽ മാത്രമേ നാവികസേനാംഗങ്ങൾക്ക് അവിടെ ഇറങ്ങിയുള്ള പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ. നിലവിലെ അടിയൊഴുക്കിൻ്റെ അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ ഇത് സാധ്യമാകുന്നൊന്നല്ല. ഇതിനൊക്കെ പുറമെയാണ് വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ അടിയൊഴുക്ക് അടുത്തൊന്നും കുറയും എന്നൊരു സൂചനയും ലഭിക്കുന്നില്ല. ഇന്നിപ്പോൾ ഈ ദൗത്യം തുടങ്ങിയിട്ട് 12 ദിവസമാവുകയാണ്. ഈ 12ാം നാളിലും ലോറിയൊക്കെ സ്ഥിരീകരിച്ചു, എല്ലാം കണ്ടെത്തി, പോയിന്റുകൾ മാർക്ക് ചെയ്തു. പക്ഷേ അതിനടുത്തേക്ക് എത്താൻ അതിന് പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വിവരങ്ങളുമായി നിഖിൽ കൂടി നമുക്കിപ്പോൾ ചേരുന്നു. നിഖിൽ, ഈ ദൗത്യസംഘം മൺകൂനയ്ക്ക് മുകളിലെത്തി അവിടെ നിന്ന് ഇറങ്ങി പരിശോധിക്കാനൊരു ശ്രമം നടക്കുന്നതായിട്ടും വാർത്തകൾ വരുന്നുണ്ടല്ലോ. തീർച്ചയായും ഇപ്പോൾ ഈ ദൗത്യ സംഘം, മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘം ഈ ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മൺകൂരയ്ക്കരികിൽ എത്തിയിരിക്കുന്നു. അവർ അവിടെ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്, കുറച്ച് ദൂരത്ത് നിന്നുള്ളവയാണെങ്കിൽ പോലും ആ ദൃശ്യങ്ങളാണ് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വ്യക്തത വരുത്താനാവുന്നില്ലെങ്കിലും 1 2 തവണ ഈ ഡൈവർമാർ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു വലിയ സംഘം തന്നെ ഇപ്പോൾ ഈ ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന, നേരത്തെ ഈ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ ലൊക്കേറ്റ് ചെയ്ത 4ാമത്തെ പൊസിഷനിൽ, അതാണ് ഈ മൺകൂനയ്ക്ക് അരികെയുള്ള സ്ഥലം. റോഡിൽ നിന്ന് 132 മീറ്റർ അകലെയുള്ളത്. ആ പൊസിഷനിലാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘം എത്തിയിരിക്കുന്നത്. അവിടെ ഡൈവർമാർ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 2 തവണ അതിനുള്ള ശ്രമം നടത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു കാഴ്ച അനുസരിച്ചാണ് അക്കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും അതിനുള്ള ശ്രമം തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന പ്രതിസന്ധി പുഴയുടെ ആഴവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവിടെ നിൽക്കുന്നുണ്ട്. ഒപ്പം മത്സ്യബന്ധന ബോട്ട് ഉൾപ്പെടെ അവിടെ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതും നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. അതായത് ഇപ്പോൾ എത്തിയിരിക്കുന്ന പുതിയ സംഘം, ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ഡൈവിങ്ങിന് തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മത്സ്യത്തൊഴിലാളികളുടെ സഹകരണം കൂടി തിരച്ചിലിന്റെ ഈ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് അനുമാനിക്കാൻ. കൃത്യമായി ലോറി ലൊക്കേറ്റ് ചെയ്യുകയും ലോറി ഏത് അവസ്ഥയിലാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വന്ന സാഹചര്യത്തിൽ അവിടെയാണ് എന്ന് ഉറപ്പിച്ച ശേഷം തന്നെയാണ് ഹൈലി റിസ്ക് ആയിട്ടുള്ള ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. നമുക്ക് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് അവിടെ കാണാം. ഒപ്പം 2 ഡിങ്കി ബോട്ടുകളിലായി നാവികസേനയുടെയും ഒപ്പം NDRFന്റെയും SDRFന്റെയും
പ്രതിനിധികളെ കാണാം. അത്തരത്തിൽ അവിടെ ഏതായാലും ഇപ്പോൾ തെരച്ചിലിനുള്ള പുഴയിലേക്ക് ഡൈവ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അത്തരം കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി നിഖിൽ, ഇന്ന് ലഭിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഐബോർഡ് പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. ലോറി ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണമായിരിക്കുന്നു. ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ലോറി ഉള്ളത്. പക്ഷേ നാവികസേനയ്ക്ക് ഡൈവ് ചെയ്ത് പോയി അതിനടുത്തേക്ക് എത്താൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ മറ്റൊരു വശം അവർ പരിശോധിക്കുകയാണ്. ദൗത്യസംഘം മൺകൂനയ്ക്ക് മുകളിൽ പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിനൊരു സാധ്യതയാണ് പരിശോധിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നതും. ദൗത്യസംഘത്തിനൊപ്പം തന്നെ NDRFന്റെയും SDRFന്റെയും സംഘത്തിനൊപ്പം തന്നെ മത്സ്യബന്ധന തൊഴിലാളികളും ഈ ദൗത്യത്തിന്റെ ഭാഗമാകാനായി അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നദിയിൽ രൂപപ്പെട്ട മൺകൂനയ്ക്കുള്ളിൽ ഇറങ്ങി പരിശോധന നടത്താൻ ലോറിയെ ഫിസിക്കലി ഐഡന്റിഫൈ ചെയ്യാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചിരൂരിൽ. അങ്ങനെ 12ാം ദിനം കൂടുതൽ നിർണായകമാവുകയാണ്. ദൗത്യസംഘത്തിന്റെ പരിശോധന ഒരു ഭാഗത്ത്, ഒപ്പം തന്നെ പല കാര്യങ്ങളിലും കുറച്ചും കൂടി ഉറപ്പുള്ള സ്ഥിരീകരണങ്ങൾ വരുന്നു. അങ്ങനെയാണ് 12ാം ദിനവും മുന്നോട്ട് പോകുന്നത്. ഇതിനൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ അവിടെയുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഉണ്ട്. അവർ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും കേരളത്തിന്റെ ആശങ്കയൊക്കെ കർണാടകത്തെ അറിയിക്കുകയും ഒക്കെ ചെയ്തു.